ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള അടുത്ത ചാൻസ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളെല്ലാവരും അതിൻ്റെ കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ അധികം കാത്തു നിൽക്കേണ്ട, കാരണം കൺഫർമേഷനും പ്രോപ്പറായിട്ടുള്ള സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടോപ്പിക്സ് ഒരുവിധം കവർ ചെയ്ത് നല്ല സജ്ജമായിട്ട് നിൽക്കണം. കാരണം എപ്പോഴും 4-5 തവണയൊക്കെ റിവൈസ് ചെയ്യുന്ന ആളുകളാണ് ലിസ്റ്റിൽ ആദ്യമൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ സിലബസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ അതിന് വേണ്ടിയിട്ട് വേണം, ഏത് രീതിയിൽ പഠിത്തം നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് നേരെ പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ 100 മാർക്കാണ് പരീക്ഷ. നമ്മൾ സാധാരണ PSC പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ, ഒന്ന് ഫിസിക്സ്, മറ്റൊന്ന് കെമിസ്ട്രി ആണ്. ഓർക്കുക, ഡിഗ്രി ലെവലാണ് പരീക്ഷ വരുന്നത്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ കുറച്ച് IT-യും അതുപോലെ തന്നെ IT ആൻഡ് സൈബർ ലോ ആൻഡ് ഓൾസോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി ആ സിലബസിലുണ്ടായിരുന്നു. അതായത് നമുക്ക് ലാസ്റ്റ് നടത്തിയ പരീക്ഷ 19 നടത്തിയ പരീക്ഷയിലാണ് ഈ സിലബസ് വെച്ചിട്ട് നടന്നിരിക്കുന്നത്. നമുക്കറിയില്ല ഈ IT-യും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ വരുമോ എന്ന്. പക്ഷെ നമ്മൾ ഇപ്പോഴേ പഠിച്ചിരിക്കണം, കാരണം ആ സമയത്തേക്ക് പഠിക്കാനായിട്ട് നിൽക്കണ്ട. ഒരു പക്ഷേ അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ നോക്കൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അതായത് ഫിസിക്സിൻ്റെ അകത്ത് നിന്ന് 40 മാർക്കുള്ള ചോദ്യങ്ങളുണ്ടാവും, കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് 40 മാർക്കുള്ള ചോദ്യങ്ങളുണ്ടാവും, അതുപോലെ IT ആൻഡ് സൈബർ ലോയിൽ നിന്നും ഒരു 10 മാർക്ക് ചോദ്യങ്ങളുണ്ടാവും, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 10 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ആദ്യത്തെ 10 ഓരോ സെറ്റായിട്ട് വേണം മാർക്കിങ്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം എഴുതി പോകാനായിട്ട്. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഇങ്ങനെ 10 ചോദ്യങ്ങൾ, ആദ്യത്തെ 10 അതുപോലെ ഒരു 4 സെറ്റായിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യ സെറ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാനായിട്ട്, മാക്സിമം നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഒരു 8 മാർക്കെങ്കിലും അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത സെഷനിൽ നമ്മൾ 8 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത സെഷനിൽ നിന്ന് 8 മാർക്ക്, അടുത്ത സെഷനിൽ നിന്ന് 8 മാർക്ക്. അപ്പോൾ നമ്മൾ 32 മാർക്സ് നമുക്ക് ഇവിടെ നിന്നും സ്കോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പൊന്ന് സാറേ, 10 8 കിട്ടുക വെച്ചാൽ വലിയ പാടല്ലേ? വലിയ പാടൊന്നുമില്ല, പഠിച്ചാൽ കിട്ടും. ഓക്കെ, ഇനി ഈ 8 വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ, ഇതെല്ലാം കുറച്ചൊരു 6 മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരിക്കും. 6 മാർക്ക്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 24 മാർക്കോടെ നമുക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സെഷനിൽ നിന്ന് 6 അല്ലേ, ചിലപ്പോൾ ഇവിടെ നമുക്ക് 6 കിട്ടും, ഇവിടെ ഒരു പക്ഷേ 8 കിട്ടാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു 4 ആയാലും പ്രശ്നമില്ല, ആ 2 മാർക്ക് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും, പിന്നെ ഇവിടെ ഒരു 6. അപ്പോൾ അങ്ങനെ മാറാം. നമുക്ക് ടച്ചുള്ള ഏരിയാസ് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില ആളുകളാണെങ്കിൽ ഈ 40 ഒരു 35 സ്കോർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഫിസിക്സ് PG അല്ലെങ്കിൽ ഡിഗ്രി ഫിസിക്സ് പഠിച്ച ആൾക്കൊക്കെ ഇത്രയും പറ്റും. കെമിസ്ട്രിയിലായിരിക്കും അവർ കുറച്ച് പുറക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ മാർക്ക് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ വന്നിട്ട് 40 മാർക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതേ രീതിയിൽ നമുക്ക് അവിടെയും ഒരു 24 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ 48 മാർക്സ് ആവും. കണ്ടോ, 48. ഇനി IT ആൻഡ് സൈബറോ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന പോർഷനാണ്. എല്ലാവർക്കും നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾ 20 മാർക്സ് തന്നെ സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ 68 അല്ലേ, 20 കിട്ടിയില്ല, ഇവിടെ നിന്ന് ഒരു 4 മാർക്ക് പോയി, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തൊരു 4 മാർക്ക്, അല്ലെങ്കിൽ 8 മാർക്ക് പോയി എന്ന് വിചാരിക്കുക. അപ്പോഴും എന്തേ ആവുള്ളൂ, 60 മാർക്ക് കിട്ടും. കണ്ടോ, ഇവിടെ രണ്ടും കൂടി ചേർത്തൊരു 12 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് 60 കിട്ടും. ഓക്കെ, പോട്ടെ, അല്ലെങ്കിൽ 60. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, അതായത് കട്ട് ഓഫ് എന്നല്ല ഞാൻ പറയുന്നത്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാക്സിമം മാർക്ക് 62 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കട്ട് ഓഫ് 55 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളൊരു സേഫിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസ്ഡ് മാർക്ക് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുകയും വേണം. പിടിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് പരിപാടി കാര്യങ്ങൾ. അപ്പോൾ 100 മാർക്ക്, 40 ഫിസിക്സ്, 40 കെമിസ്ട്രി, IT ആൻഡ് സൈബർ ലോ 10, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ ഇത് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് PSC വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ വളരെ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. ദെൻ സാധാരണ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. ഈ മെക്കാനിക്സ് എന്നേ ഉള്ളൂ, മെക്കാനിക്സ്. അപ്പോൾ മെക്കാനിക്സ് പഠിക്കുമെങ്കിൽ, മെക്കാനിക്സ് എന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട 2 പുസ്തകങ്ങൾ നമ്മുടെ പ്ലസ് വണ്ണിലെ പുസ്തകവും അതുപോലെ തന്നെ പ്ലസ് 2 പുസ്തകവും നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. NCERTയുടെ പുസ്തകം ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതാണ് നമുക്ക് കൂടുതൽ മാർക്ക് ആ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. പക്ഷേ ഇത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അറിയാമല്ലോ PSCയുടെ നിലവാരം ഓരോ വർഷം കഴിയുന്നതും കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മറ്റു പുസ്തകങ്ങളും പതുക്കെ നോക്കണം. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ ഉപാധ്യായയുടെ പുസ്തകവും അരുൾദാസ് സാറിൻ്റെ പുസ്തകവും നമുക്ക് നോക്കാൻ പറ്റും. കുറച്ച് ടോപ്പിക്കുകൾ. ഇലക്ട്രോണിക്സിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള BL തെരേജയുടെ പുസ്തകമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പുസ്തകം. ഗെയ്ക്വാദ് ഓപ്പാമ്പ് എന്നൊരു ചോദ്യം എല്ലാ PSC പരീക്ഷയ്ക്കും നമുക്കുണ്ട്, സബ്ജക്റ്റ് ഓറിയൻ്റ് ആയിട്ടുള്ളത്. കാരണം ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 2 പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ദെൻ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ നൂർദിൻ സെറ്റ്ലിയുടെ പുസ്തകം, അരുൾദാസ് സാറിൻ്റെ പുസ്തകം. എനിക്ക് ഒന്ന് ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് നമുക്ക് അരുൾദാസ് സാറിൻ്റെ പുസ്തകം തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആണ്. നൂർദിൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു പുസ്തകം PK പാത്രിയുടെ ഒരു പുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ന്യൂക്ലിയർ ഫിസിക്സിലാണെങ്കിൽ കെന്നത്ത് എസ് ക്രെയിൻ്റെ പുസ്തകവും അതുപോലെ DC തയാലിൻ്റെ പുസ്തകവും നല്ല പുസ്തകമാണ്. തയാൽ തന്നെ വളരെ നല്ലൊരു പുസ്തകമാണ് കേട്ടോ. ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലാണെങ്കിൽ വഹാബിൻ്റെ പുസ്തകവും അതുപോലെ SO പിള്ളയുടെ പുസ്തകവും നല്ല പുസ്തകമാണ്. നമ്മൾ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഇത് പഠിച്ചാൽ നമുക്ക് കുറേ കിട്ടും. അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചർ, മില്ലർ ഇൻഡിസസ്, ലാറ്റിസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അറ്റോമിക് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിൽ ബാൻവെലിൻ്റെ പുസ്തകമുണ്ട്, അരുൾദാസിൻ്റെ പുസ്തകമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഡിഗ്രി ലെവലാണെങ്കിൽ നമുക്ക് അരുൾദാസിൻ്റെ പുസ്തകം മതി. ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണെങ്കിൽ BL തെരേജയുടെ പുസ്തകമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ, ഇത്രയൊക്കെയാണ് പുസ്തകങ്ങൾ. ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കെമിസ്ട്രിയുടെ ഭാഗം നമുക്ക് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറിനെ കൂടെ നമുക്ക് കെമിസ്ട്രിയുടെ ഏതൊക്കെ പുസ്തകം നോക്കണമെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അത് പുറകെ വരും. അപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ ഭാഗമാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും പുസ്തകങ്ങൾ വായിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ വേണ്ടേ? ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞു തരാനായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ കോഴ്സ് ചെയ്യുമ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഇതെല്ലാം കുത്തിയിരുന്ന് പഠിക്കണമെന്ന്. അതാണ് നമ്മൾ പഠിച്ച് കൃത്യമായിട്ടുള്ള വളരെ ചെറിയ നോട്ടുകളാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട MCQ ചോദ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കോഴ്സ് തരുന്നത്. ഓക്കെ, അല്ലാതെ ചുമ്മാ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ലീഗൽ മെട്രോളജി ആണെങ്കിലും സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ്, ഡോക്യുമെൻറ്റ്സ്, കെമിസ്ട്രി ഒക്കെയാണ് അറിയാം. നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുന്നതോറും കുറേ MCQs നമ്മളിങ്ങനെ ചെയ്യും. അത് ടെസ്റ്റായിട്ട് തന്നെ നടത്തും. അപ്പോൾ ഇന്ന ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് ഇത്രാം തീയതി എന്ന് പറയും. ആ ടെസ്റ്റ് നമ്മൾ നടത്തും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടും. അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ കോമ്പറ്റീഷൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും ഓരോ കുട്ടികളും മറ്റുള്ള ആളേക്കാൾ മുന്നിൽ വരുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ MCQ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടു, സാർ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് കറക്ഷൻ വന്നായിരുന്നു. അപ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് ഭയങ്കര ഇതാണ്, സോറി ഇതെന്താ അത് ശരിയായില്ല അതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ കുട്ടി പറയുന്നത്, സാർ എനിക്ക് ആ ചോദ്യം തെറ്റിക്കൊണ്ട് മാത്രം എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാൻ പറ്റും, അത് ശരിയായിരുന്നെങ്കിൽ ആദ്യത്തെ ആളായതിനൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ദൈവം ഇത് കുട്ടികൾ എത്ര സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ആദ്യത്തെ 10 8 ചിലപ്പോൾ 10 വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ പോവാം. ഓക്കെ, അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ആ നിലവാരത്തിൽ ആ രീതിയിൽ അത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കേണ്ട ആളുകൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ രീതിയിൽ പഠിക്കാം. അല്ലാതെ ആളുകൾക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കോഴ്സ് എങ്ങനെയാണ്, എന്താണ് എന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിഞ്ഞ പരീക്ഷയൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും നല്ല ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.